ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരിപ്പൊടിയൊന്നും ഇല്ലാതെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തരച്ച് അതുകൊണ്ട് നല്ല സൂപ്പർ പത്തിരി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് തേങ്ങയൊക്കെ ഇട്ട് ഇലയിൽ പരത്തുന്ന പത്തിരി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നൈസ് പത്തിരിയും ചുട്ടെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനിങ്ങനെ ഒരു കപ്പും ഇതിൻ്റെ ഒരു പകുതി കപ്പ് അങ്ങനെ 1.5 കപ്പാണ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് രാത്രിയാണ് ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി ഇത് വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് രാവിലെ ഇതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരിയെല്ലാം ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം മാറ്റിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് അരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന പാകത്തിന് നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ അരച്ച് കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് പാനിലാണോ നിങ്ങളിത് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചുകൊണ്ടു. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാൽ പിന്നെ അടിക്ക് പിടിക്കുന്ന പ്രശ്നം വരില്ല. ഇനി ഞാൻ ബാക്കി കൂടി ഒന്ന് അരച്ചെടുത്ത് വരാം. അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് ഇവിടെ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. തീ എപ്പോഴും ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അടിഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പൊടി നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടിക്ക് പിടിക്കാതെ ഇതുപോലെ ഇങ്ങനെ കട്ട് കെട്ടിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ ഇളക്കി കൊടുത്താൽ ശരിയായിക്കോളൂ കേട്ടോ. ഇനി നമ്മളുടെ പൊടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഈ മാവ് കിട്ടും. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് കൈ വെക്കാവുന്ന ചൂടാവുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിത് തേങ്ങയൊക്കെ ഇട്ട് ഇലയിൽ പരത്തുന്ന പത്തിരിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് നൈസ് പത്തിരിയും അതുപോലെ തന്നെ നൂലപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയും ഈ മാവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പത്തിരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പൊടുവണ്ണിൻ്റെ ഇലയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ അവിടെ ഇതിന് എന്ത് ഇലയാണ് പറയാമെന്നറിയില്ല. ഇത് നമുക്ക് വാഴ ഇലയിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഇതിലിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്കിത് എത്ര തിക്നെസ്സിലാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഇല വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ പത്തിരി മുഴുവൻ ഇവിടെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു പത്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു ഭാഗം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി റെഡിയാക്കി എടുക്കാം. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഇലയും ഒന്ന് മാറ്റാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇലയിൽ ചുട്ടെടുക്കുന്ന പത്തിരിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചിക്കൻ കറിയുടെയോ മീൻ കറിയുടെയോ ബീഫ് കറിയുടെയോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇനി അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഒന്നും ഇല്ലെങ്കിലും അരി വെള്ളത്തിലിട്ട് കുതിർത്തരച്ച് ഇതുപോലെ നല്ല സൂപ്പർ പത്തിരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇത് തലേന്നത്തെ ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയെടുത്തത്.
ഇങ്ങനെ നമുക്ക് തലേന്നത്തെ കറിയൊക്കെ ബാലൻസ് വരികയെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് ഉണ്ടാക്കാനായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ പിന്നെ എന്തിലേക്ക് പ്രത്യേകമായിട്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് മുൻപ് ഞാൻ നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.